ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നുഴഞ്ഞുകയറ്റാണ്. ഇവരെ സ്ഥിരമായിട്ട് കേൾപ്പിക്കുക ഇന്ത്യക്കെതിരെയുള്ള നമ്മുടെ FM ഇല്ലേ, അതുപോലെ അവരുടെ ചെറിയ റേഡിയോ പ്രോഗ്രാമുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യക്കെതിരെ കേൾപ്പിക്കുക. ആ കേൾപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഇതേ വികാരമാണ്. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും ചേച്ചിയും ഞാനും അടങ്ങുന്ന സമയത്താണ് വെള്ളത്തിൽ വെച്ചിട്ടാണ് മരിച്ചത്. രണ്ടുപേരും മരിച്ചു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു അല്ല കഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റും. പക്ഷെ അതാണ് എൻ്റെ ജീവിതം, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടും പല പ്രാവശ്യം നീന്താൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ സാധിക്കില്ല. ബാക്കി ഒന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വെള്ളത്തിലിട്ടാൽ നീന്താൻ പറ്റില്ല. വെള്ളം പേടിയാണ്. അങ്ങനെ ഞാൻ വെള്ളത്തിൽ വീണിട്ടാണ് രണ്ടുപേരും മരിച്ചത്. ഞാൻ കാണുന്നുണ്ട് മരിക്കുന്നത്. ഞാൻ കഥ കേട്ടിട്ടുണ്ട്. ഒരു 3 പേരൂടെ പോകുന്ന വഴിക്ക് ഇദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചേച്ചിയോ മറ്റോ അല്ലേ? അതെ, അവർ ചാടിയതാണ്. അപ്പൊ ഞാനിങ്ങനെ കാണുന്നുണ്ട് എൻ്റെ കൂടെ ഒഴുകുന്നതും. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയാൽ ഞാൻ കാണുന്നത് ഇതൊക്കെയാണ് ഇപ്പോഴും. അല്ല, നമ്മളിപ്പോ ഒരു കാര്യം നിങ്ങൾ ഓർക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓർത്തോണ്ടിരിക്കുമല്ലോ ചെയ്യാം. ഒരു കഥയില്ലേ പഴയ. നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യാം? കുറേ സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കും. അങ്ങനെ 150 ദറംസ് കൊടുത്താൽ അടിച്ചു പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ഹാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബോംബെയിലൊക്കെ ഉണ്ട് അങ്ങനെ. ഏത് മാനസികാവസ്ഥയും നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് വിഭിന്നരാകുമ്പോഴാണ് നമ്മൾ ഭ്രാന്ത് എന്ന് പറയുന്നത്. ഇപ്പൊ സിനിമ ഭ്രാന്താണ്, ഭ്രാന്തല്ലല്ലോ. മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാ ഭ്രാന്താവുക? എത്രയോ മനുഷ്യന്മാർ മിണ്ടാതിരിക്കുമ്പോൾ അവന് ഭ്രാന്താന്ന് പറയാറുണ്ട്. അധികം വർത്തമാനം പറയുന്നതും ഭ്രാന്താവാം. എനിക്കിഷ്ടമല്ലാത്ത മറ്റൊരാൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ, ഇതൊക്കെ ഭ്രാന്തന്മാരുടെ ലക്ഷ്യം. AVT ABC ടോക്കിലേക്ക് ഡോക്ടർ TPS സ്വാഗതം. നമ്മളിന്ന് ഏറ്റവും അധികം കേൾക്കുന്നൊരു വാക്കാണ് ട്രോമ എന്നുള്ളത്. ഞാൻ ട്രോമയിലാണ്, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു അവസാനം ചേർക്കുന്നൊരു വാക്കായിട്ടിപ്പോൾ ട്രോമയുണ്ട്. എന്താണ് ഇത് ശരിക്കും? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഒരു അപകടം ഉണ്ടായാൽ നമുക്ക് മുറിവുണ്ടാവും. ആ മുറിവ് മാഞ്ഞു പോവാതെ പാടായി മാറിയാൽ അങ്ങനെ പലപ്പോഴും ഉണ്ടാവുമല്ലോ. അതെ. ടെൻഷൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, വിഷമം, ദുഃഖം എന്നൊക്കെ പറയുന്നത് സാധാരണ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അതാണ് മുറിവെങ്കിൽ അതിൻ്റെ പാടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രോമ എന്ന് പറയുന്നത്. പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം. ഇപ്പം എനിക്ക് ഒരു ആക്സിഡൻറ്റ് കാണുകയാണ്, അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും എന്തായാലും. പക്ഷേ ഞാനെപ്പോൾ കണ്ണടച്ചാലും, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് ന്യൂസ് കേട്ടത്. ന്യൂസിലാണൊരു അപകടം. നമ്മൾ സാധാരണ വളരെ സ്വാഭാവികമായിട്ട് ചായ പിടിക്കാൻ പറ്റും. ന്യൂസ് കേട്ടുകൊണ്ട് എന്ത് അപകടങ്ങളും എന്ത് പ്രശ്നങ്ങളും കേൾക്കുമ്പോഴും പറ്റും. പക്ഷെ ആ സമയത്ത് എപ്പോഴോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അപകടമായിരിക്കും എൻ്റെ മനസ്സിൽ വരിക. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വിട്ടുപോകാത്ത പാടുപോലെ, മുറിവിൻ്റെ പാടുപോലെ ഉണ്ടാകുന്നത്. അത് ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ട്രോമ എന്ന് പറയുന്നത്. അത് 100-ൽ ഒരു 80 പേർക്കും ഉണ്ടാവും. ട്രോമയിലുള്ള കുറേ പേരുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അത് നമ്മളിൽ അറിയാതെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ചില സമയത്ത് പുറത്തേക്ക് വരും. ഒരുപാട് ലെയറിലുള്ള ട്രോമാസ് ഉണ്ട് അല്ലേ? കുറേ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. സൈക്കോളജിക്കലി ഹീൽ ചെയ്യാൻ പറ്റാത്ത, ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് മുറിവിൻ്റെ പാട് എന്ന് പറഞ്ഞത്. മുറിവ് നമുക്ക് ഹീൽ ചെയ്യാം, ആ വേദന പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ അതൊരു അസ്വസ്ഥതയുണ്ടാവും. ഈ ട്രോമയെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. അതായത് ഈ കിഴക്കൻ മലകളിൽ പണ്ട്, അതായത് ഇപ്പം കേരളത്തിന് തന്നെ കിഴക്കൻ മേഖല മുഴുവൻ നമുക്ക് സഹ്യപർവ്വതത്തിൻ്റെ അവിടെയൊക്കെ കുടിയേറപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവും. ഒരു പക്ഷേ അന്ന് കാലത്ത് നാട്ടിലുള്ള സകല സ്വത്തും എല്ലാം വിറ്റ് പറക്കി അവർ നാട് വിട്ടു പോകുന്ന പോലെ കുടിയേറി പോകുന്ന ഒരു ഏരിയയാണ്. ഇവിടുന്ന് ഒരു 10 സെൻറ്റ് സ്ഥലം വിറ്റാൽ ചിലപ്പോൾ അവിടെ 10 ഏക്കർ സ്ഥലം അന്ന കാലത്ത് മേടിക്കാൻ പറ്റിയിരുന്നിരിക്കും. അവരവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് സഹായികളാരും ഉണ്ടാവണമെന്നുള്ള ഒരു ഭാര്യയും ഭർത്താവും മാത്രം ഉണ്ടാകത്തുള്ളൂ. അവർ കൃഷിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. കൃഷിയായിട്ട് മുന്നോട്ട് പോകുമ്പം അവർ മലമ്പാമ്പിനെയും ആനയെയും പുലിയെയും ഒക്കെ നേരിടും. പക്ഷെ അവർക്ക് പന്നിയെ നേരിടാൻ പറ്റത്തില്ല. പന്നി വന്ന് ഇവരുടെ തുട കുത്തി കീറുകയും ഇതിൻ്റെ തേറ്റ ഉപയോഗിച്ച് ഇവരെ ഉപദ്രവിക്കുകയും ചെയ്താൽ 3-4 മാസമെങ്കിലും കിടപ്പിലായി പോകും. കക്കൂസി പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നാണ് കേട്ടിരുന്നത്. അപ്പോൾ ഇതിനെ ഇവർ ടാക്കിൾ ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിരുന്ന ഭയങ്കര രസകരമായ ഒരു രീതിയുണ്ട്. അത് ഈ ട്രോമയെ മനുഷ്യൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു തലമാണ്. അതായത് അവർ മലയിറങ്ങി താഴെ വന്നിട്ട് പട്ടിക്കുഞ്ഞുങ്ങളെ തപ്പിയെടുക്കും. ജനിച്ച് 2-3 ദിവസത്തിനകത്ത് പട്ടിക്കുഞ്ഞുങ്ങളെ തപ്പിയെടുക്കും.
ഈ പട്ടിക്കുഞ്ഞുങ്ങളെ തപ്പിയെടുത്തിട്ട് പന്നിയുടെ ബ്ലഡിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഈ പട്ടിക്കുഞ്ഞുങ്ങളെ അല്പം ഒന്ന് നടന്നൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഈ വെള്ളത്തിൽ മുക്കി പിടിച്ചു വയ്ക്കും. എന്നിട്ടിത് മരിച്ചു എന്ന് അതിൻ്റെ സബ് കോൺഷ്യസിന് മനസ്സിലാകുന്നിടം വരെ അതിനെ വെള്ളത്തിൽ മുക്കി വയ്ക്കും. എന്നിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ അതിന് ലൈഫിൽ ഒരു ട്രോമ രൂപപ്പെട്ടു. ഈ ട്രോമ രൂപപ്പെട്ട് കഴിയുമ്പോൾ ഒരു മണം ഉണ്ടാവും, ഒരു രുചി ഉണ്ടാവും, ഒരു ചൂരുണ്ടാവും, ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും. ഈ അനുഭവം എപ്പോഴും ആ പട്ടിക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് മരണത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രോമ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എന്നിട്ട് ഈ പട്ടികൾ വളരും. ഈ പട്ടികൾ വളരുമ്പോൾ ഇവരുടെ പറമ്പിന് ചുറ്റും കൊണ്ടുനടന്ന് ഈ പട്ടികളെ ബൗണ്ടറി ഫിക്സ് ചെയ്യും. അതിനുശേഷം ഈ പട്ടികളൊന്ന് മെച്ചുവർഡായി കഴിഞ്ഞാൽ പന്നി ആ പരിസരത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശ രൂപത്ത് എവിടെയെങ്കിലും വന്നാൽ ഈ പന്നിയെ കൊല്ലാതെ ഈ പട്ടി നിൽക്കില്ല. ഇത് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ട്രോമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കഥയാണ്. അങ്ങനെയാണ് അവർ പന്നിയെ നേരിട്ട് അവിടെ, ഇന്നിപ്പോൾ ആ മേഖലകളൊക്കെ വലിയ സമ്പന്ന സ്ഥലങ്ങളായി മാറി. ഇതേ അവസ്ഥ തന്നെ നമ്മൾ ട്രോമയിൽ പലപ്പോഴും മതത്തിൻ്റെ കാര്യത്തിൽ, ഈവൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, തൊഴിലിടങ്ങളിൽ തൊഴിലാളികളോടൊക്കെ തന്നെ ഈ ട്രോമ അവരറിയാതെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു തലമുണ്ട് അല്ലേ? നമ്മുടെ ഈ പാകിസ്ഥാൻകാർക്ക് എന്തുകൊണ്ടാണ് ഇൻഫിൽട്രേറ്റേഴ്സിന് എന്ത് ധൈര്യത്തിലാണ് അവർ ഇൻഫിൽട്രേറ്റേഴ്സ് വരുന്നത്? നുഴഞ്ഞുകയറ്റം വലിയ പ്രശ്നമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നുഴഞ്ഞുകയറ്റാണ്. ഇവരെ സ്ഥിരമായിട്ട് കേൾപ്പിക്കുകയാണ്. ഇന്ത്യക്കെതിരെയുള്ള നമ്മുടെ FM ഇല്ലേ, അതുപോലെ അവരുടെ ചെറിയ റേഡിയോ പ്രോഗ്രാമുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യക്കെതിരെ കേൾപ്പിക്കുകയാണ്. ആ കേൾപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഇതേ വികാരമാണ്. അതായത് ശത്രുത രൂപപ്പെടുക. അതായത് ഇന്ന ശബ്ദത്തോടെ, ഇന്ന രൂപത്തോടെ, ഇന്ന മതത്തോടെ, ഇന്ന രാജ്യത്തോടൊക്കെ നമുക്കൊരു ഒരു 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 ഭയങ്കരമായ ശത്രുത രൂപപ്പെടുന്നു. അതിനില്ല എന്തും ചെയ്യാനുള്ളൊരു ആവേശം, എന്തും ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഇത് പക്ഷേ ട്രോമയുടെ ഭാഗമാണെന്ന് ഈ പട്ടി അറിയാത്തതുപോലെ മനുഷ്യനും അറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാത്തൊരവസ്ഥയാണ് നമ്മുടെ ട്രോമ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എക്സാമിനേഷൻ ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് അറിയാം. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? കുത്തിരുന്ന് രാപ്പകലിരുന്ന് പഠിക്കും. അത് ഓവറാണ്. അങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പം എക്സാമിനേഷൻ ദിവസം അയാൾക്കൊന്നും എഴുതാൻ പറ്റില്ല. കാരണം തലേ ദിവസത്തെ എല്ലാ ക്ഷീണവും ഉണ്ടാവും. ചിലപ്പോൾ ഉറക്കം വരും, ചിലപ്പോൾ വയറുവേദനയാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ട്രോമ ഉള്ളവർക്ക് എന്താ പറ്റുക? അവരിത് പഠിക്കാൻ പറ്റില്ല ചിലപ്പോൾ. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതാണ് നമ്മൾ സാധാരണ ടെൻഷൻ എന്നുള്ള വാക്കിൽ ഉപയോഗിക്കുക. ഈ ട്രോമ എപ്പോഴും ഹൈലി നമ്മുടെ ഒരു ടെൻഷൻ അവസ്ഥയിൽ നിൽക്കുന്നതാണ്. ആവശ്യത്തിന് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഏറ്റെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ മാറ്റിയത് വരും. സ്ഥിരമായിട്ട് ഉറങ്ങുന്നവരുണ്ടാവും, അവർ ട്രോമയിലാണ്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ശരിക്കും ഞാൻ വിചാരിച്ചത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും, അല്ല ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായതിൻ്റെ ഒരു പേടിയാണ് ട്രോമ എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് പേടിയാണ്. അതിലിപ്പോ അത് പ്രൊഡക്റ്റീവ് ആക്കാം. വേറെ ഉള്ളവർ നമുക്ക് വേണമെങ്കിൽ ഇൻജക്ട് ചെയ്തു തരുന്ന ഒരു സംഭവം ആവാം. അത് നെഗറ്റീവാണ്. ഒരു ഉദാഹരണത്തിന് ഒരു അബ്യൂസ് ഉണ്ടെന്ന്, ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു അബ്യൂസാണ്. അത് അബ്യൂസ് ആവണമെന്നൊന്നുമില്ല, തോന്നിയാൽ മതി. തോന്നലുണ്ടാവും. അതേ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കഥ ആരോ കേട്ടിട്ടുണ്ടാവും. കാരണം കംപ്ലീറ്റ് സ്റ്റോറി ചിലപ്പം ന്യൂസിലൊന്നും പറയില്ലല്ലോ. അപ്പൊ ആ ഒരു ന്യൂസ് കേട്ടാൽ മതി. ഇപ്പൊ കാരവണിൽ കടന്നു, അല്ലെങ്കിൽ അവിടെ പോയപ്പോൾ ഇന്നാളെ കണ്ടു, അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇയാൾ എവിടെയോ ഏതോ വണ്ടിയിൽ എപ്പോഴോ കയറിയിട്ടുള്ള സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം അതായിട്ട് ഏറ്റെടുക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, മാരീഡ് ലൈഫ് പോലും ഉണ്ടാവില്ല. അത് ട്രോമയാണ്. അദ്ദേഹത്തിന് ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും, ബാക്കി എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ ഇടപെടാൻ പറ്റും. പക്ഷേ ഇത് പറ്റാത്ത അവസ്ഥ. സതീഷ്, ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കുറച്ചു മുമ്പ് ഈ പന്നിയുടെയും പട്ടിയുടെയും കഥ പറഞ്ഞല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ സതീഷ്, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സതീഷ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് എനിക്ക് ഒരു പെർഫ്യൂം മനസ്സിലാക്കിയിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് കർപ്പൂരം കണ്ടാൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആവുമെന്ന് വിചാരിക്കും. സതീഷിന് എന്നെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ചെറുപ്പകാലത്താണെങ്കിൽ, ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ള ഒരു പെർഫ്യൂം എൻ്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞാണ്, നിങ്ങളെ ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഈ പെർഫ്യൂം അടിച്ചിട്ട് പോയാൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ തീർന്നു കഥ. എന്തുകൊണ്ടാണ് ആ സ്ത്രീ അടുത്ത് വരുമ്പം എനിക്ക് അവരോട് ദേഷ്യം തോന്നുന്നതെന്നുള്ള കാരണം പോലും ഞാൻ അറിയില്ല. ഞാൻ അവരെ വെറുത്തുകൊണ്ടിരിക്കും.
ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അതാണ് നമ്മൾ ഇതിൽ ചിന്തിക്കുന്നത്. ഇതിനൊരു പ്രിസ്ക്രിപ്ഷൻ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന്, നമ്മൾ കഥകളിലേക്കൊക്കെ പോകണം. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു, ഒരു എക്സാമിനേഷനിൽ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് വന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ. ഡൽഹിയിലുള്ളപ്പോഴാണ്. അച്ഛനും അമ്മയൊക്കെ നല്ല റിച്ചാണ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ്. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും പറഞ്ഞാൽ എല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല, പഠിക്കണില്ല. പക്ഷെ ബുദ്ധിയുണ്ട്. മാത്സിലൊക്കെ വളരെ കുറവ് മാർക്കാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് കുറേ ചെറിയ ചെറിയ മാത്സൊക്കെ ചോദിക്കുമ്പോൾ പടപടാ ഉത്തരം പറയുന്നുണ്ട്. എല്ലാ കഥകളും പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് റാങ്ക് മേടിച്ചാൽ എന്തോ സാധനം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് കൊടുത്തില്ല. അതവർ മറന്നുപോയതാവാം. പക്ഷെ ആ കുട്ടി ഓപ്പണായിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ല അത് വേണ്ട. അപ്പം മുതൽ തുടങ്ങിയതാണ് അച്ഛനും അമ്മയും ദുഃഖിപ്പിക്കാനുള്ളത്. ഒരച്ഛൻ്റെ അമ്മയുടെയും ദുഃഖം ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? മക്കൾ പഠിക്കുന്നില്ല, അതിലാണ്. ബാക്കിയെല്ലാം ഉണ്ട്. അപ്പം അച്ഛനെയും അമ്മയും ദുഃഖിപ്പിക്കാൻ വേണ്ടി മാത്രം പഠിക്കാതിരിക്കുക. പഠിക്കുന്നുണ്ട്, പക്ഷെ എക്സാമിനേഷൻ വരുമ്പോൾ ഒന്നും എഴുതില്ല. എഴുതില്ല. മാർക്ക് കുറക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ താല്പര്യമുണ്ട് കുട്ടിക്ക്, പക്ഷെ മാർക്ക് കുറക്കും. ചെറുപ്പത്തിൽ എപ്പോഴോ അവർക്ക് ആരോ ഒരാൾ പ്രോമിസ് ചെയ്തിട്ടുള്ളൊരു സംഭവം കിട്ടിയില്ല എന്ന് പറഞ്ഞ് റിവെഞ്ച് എടുക്കാനുള്ളൊരു മെത്തേഡ് കണ്ടുപിടിച്ചത്. ഈ ട്രോമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഈ മന്ത്രവാദവുമായി നമ്മൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യണമെന്ന് എനിക്ക് ചിലപ്പോഴും തോന്നാറുണ്ട്. ഇത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. മന്ത്രവാദവും ജ്യോതിഷവും എല്ലാ വിശ്വാസങ്ങളും സൈക്കോളജിക്കലാണ്. അതായത് ഇത് ബ്രെയിൻ ഒരു DNA മോളിക്യൂൾ RNA മോളിക്യൂളാക്കി മാറ്റി ഒരു പ്രോഗ്രാമിംഗ് ഉണ്ടാക്കി ലേൺ ചെയ്താൽ ഇതിനെ അൺലേണിംഗ് പ്രോസസ്സിലേക്ക് എത്തിക്കുക, അതാണ് ഏറ്റവും വലിയ ടാസ്ക് അല്ലേ? നമുക്ക് ഒരു ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു വല്ലാത്ത ബാഡ് സ്മെൽ ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നാറ്റമുണ്ട്, ശരിക്കും നാറ്റം, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നമ്മളെന്ത് ചെയ്യും? അത് മൂടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നല്ല സ്പ്രേ അടിച്ചാൽ മതി. അപ്പൊ സിറ്റുവേഷൻ മാറ്റുക, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മന്ത്രവാദത്തിന്റെ ശാസ്ത്രീയത അതാണെന്ന് തോന്നുന്നു. അതാണ് നമുക്കറിയുന്ന അല്ലെങ്കിൽ നമുക്കറിയാത്ത ചില സംഭവങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മറ്റൊരു സ്ഥിതിയിലേക്ക് നമ്മളെ മാറ്റും. സിമ്പിളായി പറഞ്ഞാൽ അറ്റൻഷൻ ഡൈവേർഷൻ. അതിനാണ് ചിലപ്പോൾ അടിയും ഇടിയും തൊഴിയും പൂജയും വിളക്കും ഒരു സിദ്ധാന്തവും ഒക്കെ ഉണ്ടാക്കുന്നത്. മണിച്ചിത്രത്താഴിലൊക്കെ നമ്മൾ കണ്ടു. അതെ, മണിച്ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഒരു വല്ലാത്തൊരു ഒരു തരത്തിലുള്ള അതൊരു ട്രോമയാണ്. ശരിക്കും പറഞ്ഞാൽ ഏതോ പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു കഥ അവരിങ്ങനെ ആ ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ഈ കഥ കേട്ടിട്ടുള്ളതുമായിട്ട് കണക്ട് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യുന്നു. ഒരിക്കലും അവർക്ക് അറിയില്ലല്ലോ. ശോഭന ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല അവരുടെ ആ ഒരു അവസ്ഥയിലാണ്. പക്ഷെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. അതായത് അവരുടെ ഉള്ളിൽ കയറി എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു സംഭവം, ആ ഒരു മരിച്ചിട്ടില്ല എന്ന് അവർ വിശ്വസിക്കുന്നതിനെ അവരുടെ മുന്നിൽ കൊന്നതായിട്ട് കാണിച്ചു കൊടുക്കുക, അത് റിമൂവ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഈ ആത്മാവ് അങ്ങനത്തെ സാധനം ഒന്നുമല്ല. ബ്രെയിനിൽ ഒരു പ്രോഗ്രാമിങ്ങിനെ ഡിസ്ചാർജിങ് മാത്രമാണ്. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും ചേച്ചിയും ഞാനും അടങ്ങുന്ന സമയത്താണ് വെള്ളത്തിൽ വെച്ചിട്ടാണ് മരിച്ചത്. രണ്ടുപേരും മരിച്ചു. ഞാൻ മാത്രമേ രക്ഷപ്പെട്ടു അല്ല കഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റും. പക്ഷെ അതാണ് എൻ്റെ ജീവിതം, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടും പല പ്രാവശ്യം നീന്താൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ സാധിക്കില്ല. ബാക്കി ഒന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വെള്ളത്തിലിട്ടാൽ നീന്താൻ പറ്റില്ല. വെള്ളം പേടിയാണ്. അങ്ങനെ ഞാൻ വെള്ളത്തിൽ വീണിട്ടാണ് രണ്ടുപേരും മരിച്ചത്. ഞാൻ കാണുന്നുണ്ട് മരിക്കുന്നത്. ഞാൻ കഥ കേട്ടിട്ടുണ്ട്. ഇവർ 3 പേരൂടെ പോകുന്ന വഴിക്ക് ഇദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചേച്ചിയോ മറ്റോ അല്ലേ? അതെ, അവർ ചാടിയതാണ്. അപ്പൊ ഞാനിങ്ങനെ കാണുന്നുണ്ട് എൻ്റെ കൂടെ ഒഴുകുന്നതും. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയാൽ ഞാൻ കാണുന്നത് ഇതൊക്കെയാണ് ഇപ്പോഴും. അതെൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. എനിക്ക് അച്ഛൻ്റെ മുഖം പോലും ഓർമ്മയിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ചേച്ചിയുടെ മുഖം പോലും ഉണ്ട്. പക്ഷെ അതാണ് എനിക്ക് വരിക. ഇതൊരു ട്രോമയാണ്. നമ്മളതിന് വേറെ പല പേരുകളിലും പല സ്ഥലത്തും വിളിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ട്രോമയാണ്. അപ്പോൾ അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. ഇപ്പം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്താൻ പഠിക്കുന്നത് എന്തിനാ? എനിക്ക് നീന്താൻ ആവശ്യമുള്ളതൊന്നുമല്ല, ഈ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ട്രോമ മാറ്റാൻ പറ്റില്ല. അതേ സമയത്ത് ചിലപ്പോൾ നല്ല ഗ്രൂപ്പൊക്കെ ഉണ്ട്, ആ ഒരു കളിയിലൊക്കെയാണ്, ഞാനിതൊക്കെ മറന്നേ പോയി. ആ അവസ്ഥയിൽ ചിലപ്പോൾ എനിക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർക്കും, കുഴപ്പമില്ല. കോൺഷ്യസ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കൗൺസിലിങ്ങിലൂടെ മാറ്റാം, പക്ഷെ അത് ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് ഒക്കെയാണ് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അല്ലാണ്ട് നേരിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു ബ്രെയിൻ വീണ്ടും സമാനമായ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ് ഇതല്ലേ? അല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓർത്തോണ്ടിരിക്കുമല്ലോ ചെയ്യാം. അങ്ങനൊരു കഥയില്ലേ പണ്ട്? അതെ, നിങ്ങൾ കുരങ്ങനെ കുറിച്ച് ഓർക്കരുത്, ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ മരുന്ന് തന്നു എന്ന് വിചാരിക്കാം.
ഞാൻ പറഞ്ഞ കാര്യം വെച്ചിട്ടാണല്ലോ നിങ്ങൾ ആ മരുന്ന് കഴിക്കുമ്പോൾ എന്തിനെ കുറിച്ച് ഓർക്കണ്ടെന്ന് പറഞ്ഞത്? കുരങ്ങനെ. അപ്പൊ പിന്നെ ഓർത്തില്ല. മനസ്സിലാട്ടോ? അപ്പോൾ കോൺഷ്യസ്ലി അൺകോൺഷ്യസും അൺകോൺഷ്യസ്ലി കോൺഷ്യസും ആണ് നമ്മുടെ മനസ്സ്. നമ്മൾ അതുകൊണ്ട് ചിന്തിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ചികിത്സിച്ചിട്ട് മാറ്റാൻ പറ്റുന്നതല്ല. ആ ഒരു അവസ്ഥയിൽ അങ്ങനെ പലർക്കും മാറിയിട്ടുണ്ട്. നമ്മളിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ. ഈ ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള കുറേ മനുഷ്യന്മാരുണ്ടാവും. അവരിതൊന്നും ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും ചിലർക്ക് ഇത് ഭയങ്കര കൂടുതലും പ്രശ്നങ്ങളും പ്രൊഡക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, എക്സാമിനേഷന് പഠിക്കാൻ ക്ലാസ്സിലേ ഇരിക്കാൻ തോന്നില്ല. അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് പഠിച്ച് നല്ലപോലെ ആയാലും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഓർക്കും ഇതിന്റെ ഗുണഫലം എന്താണ്, എനിക്കത് വേണ്ട. ഓ, അങ്ങനെയാവാലോ, അടിച്ചു പൊട്ടിക്കാലോ. ഇപ്പൊ സാധാരണ ടെൻഷനൊക്കെ റിലീസ് ചെയ്യാൻ കുറേ മാർഗങ്ങളുണ്ട്. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യാം? കുറേ സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കും. അങ്ങനെ 150 ദറംസ് കൊടുത്താൽ അടിച്ചു പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ഹാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബോംബെയിലൊക്കെ ഉണ്ട് അങ്ങനെ. നിങ്ങൾ 10,000-3,000 റുപ്യ കൊടുക്കുക, ആ ഹാളിൽ കയറുക, കാണുന്ന കപ്പും ഫാനും ലാപ്ടോപ്പും ക്യാമറയും ഒക്കെ അടിച്ചു പൊട്ടിക്കുക. അടിച്ചു പൊട്ടിക്കുമ്പോൾ നമുക്ക് തീരുന്നൊരു ദേഷ്യം ഉണ്ടല്ലോ. അങ്ങനെ ദേഷ്യമൊക്കെ തീർക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു ഭാവമാണ്. അതാ ഞാൻ പറഞ്ഞത്, മുറിവല്ല, മുറിവിന്റെ പാടാണെന്ന് പറയാൻ കാരണമാണ്. സ്റ്റിച്ച് ചെയ്ത് ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് വേദനിക്കുന്ന പാടാണ്, വേദനിപ്പിക്കുന്ന പാടാണ്. വേദനയും ഉണ്ടാവില്ല ചിലപ്പം. കാരണം ഈ ഡസൻ നോ. ഇപ്പം ശോഭനയ്ക്ക് വേദന ഉണ്ടായിരുന്നു വെച്ചാൽ വേദനയില്ല, അവർ എൻജോയ് ചെയ്യാണ്. അവർ കമ്പനി അവർ എൻജോയ് ചെയ്യാണ്. അങ്ങനെ ഇല്ല അവിടെ. അതൊരു ഹാലൂസിനേഷനാണ്. ഈ നമ്മൾ ഈ മന്ത്രവാദത്തിൻ്റെ ശാസ്ത്രീയതയെ പറ്റി TPS പറയുമ്പോൾ, അതായത് ഇപ്പം ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണെന്ന് വയ്ക്കുക. അപ്പം വഴിയിലൂടെ നടന്നു പോകുന്ന വഴിക്ക്, അത് ഇടവഴിയാണ്, രാത്രിയാണ്, തൊട്ടപ്പുറത്തൊരു കാവുണ്ട്. ആ കാവിൽ ഒരു കൂട്ടം ആൾക്കാർ സ്ഥിരമായി വാറ്റുചാരായം ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ആരും അതിൽ നടക്കാതിരിക്കാൻ വേണ്ടി അവരാരെങ്കിലും നടന്നാൽ ഒരു വാറ്റുചാരായത്തിൻ്റെ ഒരംശം എടുത്തിട്ട്, ഒരു പന്തം എടുത്തിട്ട് ഈ പോകുന്ന ആളുടെ വയലിൽ കൂടെ ഒരു ഊതു വീഴും. അവിടെ ഒരു വലിയ തീഗോളം ഉണ്ടായി. നല്ല പരിചയമുള്ള പോലെ പറയാം. അങ്ങനെ ഒരു ഞാൻ അപ്പോൾ ഈ തീഗോളത്തിൻ്റെ സാമീപ്യമേറ്റ ആള് പിറ്റേന്ന് പനിക്കും. പനിയിൽ നിന്ന് പുറത്ത് മാറാൻ ഒരു രക്ഷയില്ല. അപ്പോൾ നാട്ടിൽ ചെയ്യാറുള്ള ഒരു പരിപാടി എന്താണ്, പണ്ട് കാലത്ത് ചെയ്യാറ്, ഒരു മന്ത്രവാദിയെ വിളിക്കും. മന്ത്രവാദി വിളിച്ചാൽ ഈ മന്ത്രവാദി വന്ന് കളമൊരുക്കുന്നത് ഒരു വലിയ ആംബിയൻസാണ്. മിനിമം ഒരു 10-12 പന്തങ്ങളുണ്ടാവും, ഒരു കളം പാട്ടുണ്ടാവും, കുറേ പേരുണ്ടാവും. മന്ത്രവാദി ഏറ്റവും കഠിനമായ കളറായിരിക്കും, കറുപ്പും ചുവപ്പും തുടങ്ങിയത്. എന്നിട്ട് ഈ പനിയാകപ്പെട്ട വ്യക്തിയെ കളത്തിലിരുത്തും, അല്ലെങ്കിൽ ഈ ട്രോമ ഇട്ട വ്യക്തിയെ കളത്തിലിരുത്തുകയും അവിടെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ കാവിൻ്റെ മുമ്പിൽ വെച്ച് അയാൾ നേരിട്ട് ചെറിയ തീഗോളത്തിന് പകരം വലിയ ഒരു തീഗോളത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കുകയും ഈ ചെറിയ അവസ്ഥയിൽ നിന്ന് റിലീഫ് കൊടുക്കുന്ന കുറച്ചുകൂടെ വലിയ ഫയൽ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്ത് ഒരുപക്ഷെ അയാളുടെ പനി മാറാറുണ്ട്, ചിലർക്ക് അവസ്മാരം മാറാറുണ്ട്, ചിലർക്ക് ഈ ട്രോമയിൽ നിന്ന് ഭ്രാന്ത് മാറാറുണ്ട്. ഇത് ഒരു പരിധിവരെ ചിലപ്പോൾ പ്രാക്ടിക്കലാകാറുണ്ട്, ശാസ്ത്രീയമാവാറുണ്ട്. ഇത് ഈ അൺലേണിങ് എന്നതിനപ്പുറത്തേക്ക് TPS മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രേതം ഒഴിപ്പിക്കുക. പ്രേതം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ എല്ലാ സങ്കല്പമാണ്. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി. ലോകത്തുള്ളതൊക്കെ മനസ്സാണ്. ഉണ്ടെന്ന് ധരിക്കുന്നതും ഇല്ലാന്ന് ധരിക്കുന്നതും കൺഫ്യൂഷൻ ആവുന്നതും ഒക്കെ മനസ്സിന്റെ അവസ്ഥയാണ്. ഇപ്പൊ അർജുനന് എല്ലാ കാര്യങ്ങളിലും വില്ലാളി വീരനാണ്, കൊല്ലാൻ പറ്റും എന്നൊക്കെ അറിയുന്ന ഒരാൾക്ക് പറ്റാത്തൊരവസ്ഥയിലല്ലേ നിൽക്കുന്നത്. അപ്പൊ അതില് കൃഷ്ണൻ ഉണ്ടാക്കി കൊടുക്കുന്ന കഥകൾ എത്ര ആലോചിച്ചോ. 18 അധ്യായം പഠിപ്പിക്കണമെന്നില്ല. കൃഷ്ണൻ നേരിട്ട് വന്നിട്ട് 17 അധ്യായം പറഞ്ഞിട്ട് അർജുനന് വിഷാദ യോഗത്തിൽ നിന്ന് മോക്ഷ സന്യാസ യോഗത്തിലേക്ക് മാറി കർമ്മിയാവാൻ സാധിച്ചിട്ടുള്ളൂ. ആ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് പുള്ളി വിഷാദ അതുകൊണ്ടല്ലേ അർജുന വിഷാദ യോഗം. അവിടെ നിന്നും മോക്ഷ സന്യാസ യോഗം. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള മോക്ഷം. സന്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് അയാൾക്ക്. ഇതേ അവസ്ഥ കുരുക്ഷേത്ര യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ടും കൃഷ്ണൻ കൂടെ ഇല്ലാത്തപ്പോൾ
മറ്റൊരു യാത്രയിൽ കൂടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കാട്ടാളന്മാർ പിടിച്ചോണ്ട് പോയി എന്നൊരു കഥയുണ്ട്. ഈ എല്ലാം കയ്യിലുണ്ടായാലും ധൈര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് ആയുധം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്തിനാ മിലിറ്ററിക്കാരോട് സ്ഥിരമായിട്ട് മിലിറ്ററിക്കാരുടെ എല്ലാ സിനിമകളിലും നമ്മൾ കാണുന്നൊരു തമാശയില്ലേ, അവരുടെ പഴയ കഥകൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇന്ന സമയത്ത് ഇന്നാൾ വന്നു. അതെന്തിനാ വെച്ചാൽ ഇത് മിലിറ്ററിയുടെ ഒരു ഭാഗമാണ്, ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. കാരണം എല്ലാ ദിവസവും യുദ്ധമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ യുദ്ധം ഇങ്ങനെ പറഞ്ഞ് അവരെ ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തിക്കുകയാണ്. എത്തിക്കുമ്പോൾ യുദ്ധം വന്നാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ പഠിക്കും. നമ്മുടെ കഥകളൊക്കെ, നമ്മുടെ സങ്കല്പങ്ങളൊക്കെ നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ എല്ലാ മന്ത്രവാദങ്ങളും എല്ലാ ചാൻറ്റിങ്ങുകളും, ഇപ്പം ഭയം വരുമ്പോൾ അമ്മ മന്ത്രം ജപിച്ച് ഊതുന്നു, അത് അമ്മയോടുള്ള വിശ്വാസമാണ്. ആ മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടോ അല്ലെങ്കിൽ എന്തിനാ അത് ചൊല്ലുന്നത് മനസ്സിലായിട്ടൊന്നും അല്ലല്ലോ. ഇപ്പോഴും കാറ്റൊക്കെ അടിക്കുമ്പോൾ അർജുനൻ ബൽഗുൻ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് ചില ആളുകൾ. അത് അർജുനന്റെ കഥ കേൾക്കുമ്പോൾ അർജുനന്റെ 10 പേര് കേട്ടാൽ എനിക്ക് ഭയം മാറും എന്നുള്ളത് അർജുനനെ കുറിച്ചും അർജുനന്റെ കഥയും, അർജുനൻ അങ്ങനെ ഒരു വിഷമത്തിൽപ്പെട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ട് അയാൾക്ക് മോക്ഷസന്യാസത്തിലേക്ക് എത്തിച്ചു എന്നുള്ള ആ വാക്ക് വേണമെന്നില്ല, ധൈര്യം കൊടുത്തു എന്നുള്ളൊരു സങ്കല്പം എന്നിൽ ഉണ്ടാകുമ്പോഴേ അത് ഫലിക്കുള്ളൂ. അല്ലാതെ ഈ അർജുന പൽഗുനോ ചൈനീസുകാരന് ചൊല്ലി കൊടുത്തിട്ട് വല്ല കാര്യം. നമ്മുടെ കഥ ഇപ്പൊ പ്രേതം ഉണ്ടെന്ന് പറയുമ്പോൾ പ്രേതം എന്താണെന്ന് പല സിനിമകളിലും വെള്ള ഡ്രസ് ഇട്ടിട്ട് മൂവി എന്നൊരു കഥ കാണുകയോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴേ നമുക്ക് പ്രാധാന്യമുള്ളൂ. യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരാൾക്ക് യേശുക്രിസ്തുവിന്റെ പടം കൊടുത്തിട്ട് നിങ്ങൾ അറിയില്ല. ആ കഥ കൂടി കേൾക്കുമ്പോഴാണ് നമ്മൾ ഏൽപ്പിക്കുന്നതാണ് ഈ സങ്കല്പങ്ങളൊക്കെ, അതിനാണ് ഫലം. ഈ ട്രോമ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഈ ഭ്രാന്തായി മാറുക? ഏത് മാനസികാവസ്ഥയും നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് വിഭിന്നരാകുമ്പോഴാണ് നമ്മൾ ഭ്രാന്ത് എന്ന് പറയുന്നത്. ഇപ്പൊ സിനിമ ഭ്രാന്താണ്, ഭ്രാന്തല്ലല്ലോ അല്ലേ? നമുക്ക് നമ്മളെ തന്നെ മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാ ഭ്രാന്താവുക? എത്രയോ മനുഷ്യന്മാരും മിണ്ടാതിരിക്കുമ്പോൾ അവന് ഭ്രാന്താന്ന് പറയാറുണ്ട് അല്ലേ? അധികം വർത്തമാനം പറയുന്നതും ഭ്രാന്താവാം. എനിക്കിഷ്ടമല്ലാത്ത മറ്റൊരാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ, ഇതൊക്കെ ഭ്രാന്തന്മാരുടെ ലക്ഷ്യം. അപ്പൊ അതൊരു ഒരു മാനസികാവസ്ഥയാണ്. അതിൽ നമ്മളൊക്കെ ആ ഒരു ബൗണ്ടറിയിലാണ്. എപ്പോഴാണ് ഇപ്പുറത്തോ അപ്പുറത്തോ ആവുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ എവിടെ പെടുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മളെ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയാം. എന്തായാലും ഓൺലൈനിൽ ട്രോമ എന്ന വാക്ക് വളരെ സുപരിചിതമാണ്, ഒരു പൊതു ചർച്ചാ വിഷയമായി പലപ്പോഴും മാറിയിട്ടുണ്ട്. പക്ഷേ ട്രോമ അതല്ല. ട്രോമ മറ്റെന്തൊക്കെയോ ആണ്. മനുഷ്യൻ്റെ മനസ്സിനെ മനുഷ്യന് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, മനുഷ്യന് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ മനുഷ്യൻ എത്തിച്ചേരുന്ന ചില പ്രത്യേക അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ ട്രോമ ഉണ്ടാകാറുള്ളൂ. ചെറിയ ചെറിയ അനുഭവങ്ങളെ ട്രോമ എന്ന് വിളിച്ച് നമ്മൾ ട്രോമയിലെത്താതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.